Case 1, when you put an object at focus, image will be formed at evideyairikkum in case of a convex lens. Come on, please unmute and answer. Infinity. Object ഇരിക്കുന്നത് ഫോക്കസിലാണെങ്കിൽ ഇമേജ് എവിടെയായിരിക്കും ഫോം ചെയ്യാന്ന്? Infinity. ഇൻഫിനിറ്റി. ഇങ്ങനെയല്ലേ പോകേണ്ടത്? അല്ലേടാ. Yes, So sir. this one is wrong. Okay. Wrong അല്ലേ? Yes, sir. Then second one. ദാ ഒരു ഓബ്ജക്റ്റ് ആണ്. ഓബ്ജക്റ്റിന്റെ ഈ ഒരു പോയിന്റ്, ഈ പോയിന്റിൽ നിന്നുള്ള ലൈറ്റ് റേസ് എങ്ങനെ വരും? Action parallel ആയിട്ട്. പാരലായിട്ട് വരും. അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു പോയിന്റ് മാത്രമാണ് എടുക്കുന്നത്. ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി. പിന്നെ ബാക്കിയുള്ള പോയിന്റ്സ് എന്നൊക്കെ വന്നാൽ എന്താ സംഭവിക്കുക? ഇങ്ങനെ വന്നാൽ എന്തുണ്ടാവും? ഇങ്ങനെ പോണം. ഇങ്ങനെ വന്നെന്തുണ്ടാവണം? അത് ഇങ്ങനെ പോണം. ഇങ്ങനെ വന്നെന്തുണ്ടാവണം? എല്ലാം ഇതിലൂടെ പോണം. ഇപ്പൊ ഈ ഒരു പോയിന്റ് ആണ്. ഇപ്പൊ ഈ ഒരു പോയിന്റ് പി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടും അല്ലേ? അല്ലേ? Yes, sir. പക്ഷെ ഇവിടെ നോക്ക്, ഈ വരുന്നത് ഇത് ഓക്കെ, ഇത് ഓക്കെ, ഈ ഫസ്റ്റ് ലൈൻ ഓക്കെ. പക്ഷെ പിന്നെ വരുന്ന ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിഫ്രാക്ട് ചെയ്ത് ഈ പോയിന്റിലേക്കല്ലേ വരേണ്ടത്? അല്ലേ? ഒറ്റ പോയിന്റിലേക്കല്ലേ വരേണ്ടത്? Yes, sir. അതുകൊണ്ട് അതും റോങ് അല്ലേ? Yes. ദെൻ തേർഡ് വൺ നിങ്ങൾക്ക് അറിയാം. 2F വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എവിടെ ഫോം ചെയ്യുക? 2F വെച്ചാൽ ഓബ്ജക്ട് എഫിൽ വെച്ചാൽ ഇൻഫിനിറ്റി. 2F വെച്ചാലോ 2F തന്നെ വരണം, അല്ലാതെ ഇൻഫിനിറ്റിയിലേക്ക് പോകില്ല. അപ്പൊ ഇതും റോങ് അല്ലേ? Yes, sir. അല്ലേ? Yes, സോ sir. മൂന്നെണ്ണവും റോങ് അല്ലേ? Yes, sir. അങ്ങനെയാണെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ഏതായിരിക്കും? ദാ ഈ ഒരു പോയിന്റിൽ നിന്നും വരുന്ന ലൈറ്റ്, ഈ ഒരു പോയിന്റിൽ നിന്ന് വരുന്ന ലൈറ്റ് കറക്റ്റ് ആണ്, ഇവിടെ വരും. ഈ പോയിന്റിൽ നിന്ന് വരുന്ന ലൈറ്റ് കറക്റ്റ് ആണ്, ഇവിടെ വരും. ഈ ഒരു പോയിന്റിൽ നിന്നുള്ള ലൈറ്റ് ഇതാ ഇവിടെ വരും. ഏറ്റവും താഴത്തെ പോയിന്റിൽ നിന്നുള്ള ലൈറ്റ് ഇവിടെ വരും. അപ്പൊ ഇതല്ലേ മോർ കറക്റ്റ് അല്ലേ? Yes, sir. ഓക്കെ ആണോ? Yes, sir. ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. Then second one, sixth question. Lightning is due to, lightning ന് കാരണം എന്താണ്? The flow of charges between different parts of the cloud, the short circuiting of charge between upper and lower surface of the cloud, the collection of positively charged particle on the base and collection of negatively charged particle at the top of the cloud, the induction of positive charge on the ground below the negative charge at the base of the cloud. ഏതായിരിക്കും ബെറ്റർ ഓപ്ഷൻ? Come on. Come on. D. Option 1 no. ഓപ്ഷൻ 1 ആണോ എന്നാണ് ആരാ ചോദിച്ചത്? ഓപ്ഷൻ 1 ആണോ എന്ന്? I. അതായത് ക്ലൗഡ്സ് എവിടെയാണോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത്, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഇലക്ട്രിക് ഡിസ്ചാർജ് നടക്കും. അപ്പോൾ ഫ്ലോ ഓഫ് ചാർജസ് ബിറ്റ്വീൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ക്ലൗഡ്, ഇതാണ് ഇതിനകത്ത് ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. കാരണം എവിടേക്കാണ് നടക്കുകയെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ചില ബുക്കുകളിലെല്ലാം കൊടുത്തിരിക്കുന്ന ഇതാണ് ആൻസർ. ഇൻഡക്ഷൻ ഓഫ് പോസിറ്റീവ് ചാർജ് ഓൺ ദ ഗ്രൗണ്ട് ബിലോ ദ നെഗറ്റീവ് ചാർജ് അറ്റ് ദ ബേസ് ഓഫ് ദ ക്ലൗഡ് ആണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്ന ബെറ്റർ ഓപ്ഷൻ എ ആണ്. കാരണം
ലൈറ്റ്നിങ് ഉണ്ടാവാൻ ക്ലൗഡും ഗ്രൗണ്ടും തമ്മിൽ മാത്രമല്ല ഇലക്ട്രിക് ഡിസ്ചാർജ് നടക്കുക. ഡിഫറെന്റ് ലെയറുകൾ തമ്മിൽ ഇലക്ട്രിക് ഡിസ്ചാർജ് നടക്കാം, രണ്ട് പോയിന്റുകൾ തമ്മിൽ ഇലക്ട്രിക് ഡിസ്ചാർജ് നടക്കാം. സോ എനിവേർ ഇറ്റ് മേ ഹാപ്പൻ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ബെസ്റ്റ് ഓപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കണം? Option 1. ഓപ്ഷൻ 1. ഓപ്ഷൻ 1. മറ്റുള്ളതിനെല്ലാം പോസിബിലിറ്റി ഉണ്ട്. ഷോർട്ട് സർക്യൂട്ടിംഗ് ഓഫ് ചാർജ് ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ സർഫസ് ഓഫ് ദ ക്ലൗഡ് മേ ബി വരാം, പക്ഷെ ഓൾവേസ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സോ നമുക്ക് ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? Come on. Option A. Option A. Then question number 7. In which of the following situations the bulb would glow the most? ആൻസർ കിട്ടിയോ? എല്ലാ റെസിസ്റ്റൻസ് 6 ആണ്, ഇതും 6 ആണ്, ഇത് 6 ആണ്, ഇത് 6 ആണെന്ന് വിചാരിച്ചു. എല്ലാം 6 ആണ്. ഇത് ഇ, ഇത് 2E എന്ന് വിചാരിച്ചു, ഇത് വീണ്ടും ഇ, ഇത് 2E എന്ന് വിചാരിച്ചു. ഏതിലാണ് ബൾബ് ഏറ്റവും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കത്തുക എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാ ആൻസർ? കം ഓൺ. ഏത് കേസിലായിരിക്കും ബൾബ് മോർ ബ്രൈറ്റർ എന്നല്ലേ ക്വസ്റ്റ്യൻ? Yes, sir. ഏതാ ആൻസർ? All batteries are same, all bulbs are identical. ഓപ്ഷൻ എയിലേക്ക് വരാം നമുക്ക്. ഇതിന്റെ 6 ആണ്, ഇതും 6 ആണ്, ഇത് ഇ ആണ്. സോ ഇൻ ഓപ്ഷൻ എ the current will be I is equal to E divided by 2R. Okay? Okay, Okay. sir. In B option, see this R and R are in series. In second option, current is I2, that is equal to 2E divided by, come on, 2R. 2R. So that is equal to E by R. E by R. So in second case, the current is double than that of the first case. Okay? Okay, sir. So the bulb will glow more brighter in first case or second case, comparing 1 and 2. Second case. Second case. Then come to the third case, C. In C, only one bulb, one battery. So I3 is equal simply, come on, E by E by R. So in third case and second case and third case, the brightness of the bulbs will be same. Then come to the last one, 2E. I4 is equal, I4 means the net current, I4 is equal to, come on, I4 is equal to 2E divided by R by 2. That is equal to 4E by R. Okay? Okay. Yes, sir. Then Okay, sir. current through bulb is equal to I4 divided by 2 അല്ലേ വരുള്ളൂ. ഈ കറണ്ട് ഇതിലൂടെ സ്പ്ലിറ്റ് ആയിട്ടല്ലേ പോവാ? Yes, sir. പകുതിയായിട്ട് സ്പ്ലിറ്റ് ആവും. That is equal to 4E by R by 2. That is equal to 2E by R. ഓരോ ബൾബിലൂടെയും 2E by R വെച്ച് പോകും. 2E by R. സോ ഇനി ഒന്ന് ജഡ്ജ് ചെയ്ത ഏറ്റവും കൂടുതൽ കറണ്ട് പോകുന്നത് ഏത് കേസിലാണ്? മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഏത് കേസിലാണെന്ന്? Option D. ഓപ്ഷൻ ഡി. സോ I4 by 2 is greater than, come on, I2 equal to I3 Yes. greater than I1. I1. So maximum glow ഏതിലായിരിക്കും?
alpha. fourth case D option. Then സെക്കൻഡിലും തേർഡിലും ഒരേ ബ്രൈറ്റ്നസ് ആയിരിക്കും അല്ലേ? Yes, sir. സെക്കൻഡിലും തേർഡിലും ഒരേ ബ്രൈറ്റ്നസ് ആയിരിക്കും. ദ ലീസ്റ്റ് ബ്രൈറ്റ്നസ് എവിടെയായിരിക്കും വരിക? First case. First case. So the maximum brightness in fourth case and minimum brightness in First case. ഫസ്റ്റ് കേസ്. സോ ഇങ്ങനത്തെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കറണ്ട് കണ്ടുപിടിക്കുക, ഓരോ ബ്രാഞ്ചിലൂടെയും പോകുന്ന കറണ്ട് നോക്കുക. എല്ലാം ഐഡന്റിക്കൽ ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ കറണ്ട് പോകുന്ന റെസിസ്റ്റർ ഏതാണോ അതായിരിക്കും മാക്സിമം ബ്രൈറ്റ്നസ്സിൽ ഗ്ലോ ചെയ്യുക കേട്ടോ. ഓക്കെ ആണോ? Yes, sir. Which of the following diagrams may correctly represent motion of a skydiver during a jump? Which of the following diagrams may correctly represent the motion of a skydiver during a jump? ഏതായിരിക്കും ബെറ്റർ ഓപ്ഷൻ? Which of the following diagrams may correctly represent the motion of a skydiver during a jump? Come on. Sir, option yeah. Dio. Sir, option A ആണ്. ആരാ ഓപ്ഷൻ എ പറഞ്ഞത്? ദേവിക. ദേവിക ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് സെന്ററിലാണ് പഠിക്കുന്നത്? ആലുവ. ആലുവ. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എന്തുകൊണ്ടാണ് എ ആയത്? ഒരു സ്കൈ ഡൈവർ ചാടുമ്പോ അയാൾ ഇനീഷ്യൽ സ്പീഡ് 0 ആയിരിക്കുമല്ലോ. ചാടുമ്പോ ഇനീഷ്യൽ സ്പീഡ് 0 ആയിരിക്കും. ഓക്കെ. അപ്പൊ പിന്നെ അയാൾ ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്ന അയാളുടെ സ്പീഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് ചെയ്യുക ചാടിക്കഴിഞ്ഞാൽ? അല്ല, ഇൻക്രീസ് ചെയ്യും. അതായത് സ്കൈ ഡൈവർ ജസ്റ്റ് ഡൈവ് ചെയ്യുന്ന സമയത്ത് അയാളുടെ സ്പീഡ് കൂടി 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 വരും ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി. ഇപ്പൊ ഗ്രാവിറ്റിയുടെ ആക്ഷൻ കാരണം സ്പീഡ് കൂടും. സ്കൈ ഡൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കും? മേ ബി ഒരു പാരച്യൂട്ട് ഉണ്ടാവും അല്ലേ? അല്ലടാ, പാരച്യൂട്ട് ഓപ്പൺ ആക്കി എന്താ സംഭവിക്കുക? With the help of gravitational force or gravity, first of all the speed increases to a maximum value. Then after you open the എന്തോ ഓപ്പൺ ചെയ്തു? പാരച്യൂട്ട് ഓപ്പൺ ചെയ്തു. പാരച്യൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് സഡൻ ആയിട്ട് എന്ത് ചെയ്യും? കുറയും. സഡൻ ആയിട്ട് കുറയും. അതുകൊണ്ട് ഒരു മാക്സിമം സ്പീഡ് സഡൻ ആയിട്ട് കുറയും. എന്തുകൊണ്ടാണ് സഡൻ ആയിട്ട് കുറയുന്നത്? ഈ പാരച്യൂട്ടിന്റെ ലാർജ് ഏരിയ കാരണം, എയർ ഫ്രിക്ഷൻ കാരണം അതിന്റെ സ്പീഡ് കുറയും അല്ലേ? സ്പീഡ് കുറഞ്ഞ് അയാൾ അപ്രോക്സിമേറ്റ്ലി സ്പീഡ് എന്തായിട്ടുണ്ടാവും? അപ്രോക്സിമേറ്റ്ലി, നോട്ട് എക്സാക്ട്ലി 0, അപ്രോക്സിമേറ്റ്ലി സ്പീഡ് 0 ആയിട്ട് മാറും അല്ലേ? അപ്പൊ എന്തൊക്കെയാ സംഭവിച്ചൊന്ന് പറഞ്ഞേ. ഒരു സ്കൈ ഡൈവർ ജമ്പ് ചെയ്താൽ first velocity increases and reaches a maximum value. Okay, this part represent that. Initially 0 increases then attains a maximum value. Okay, then sir, he opened the parachute. Okay,
Okay. Okay, sir. So parachute open ചെയ്താൽ due to large resistive force. ആരാ റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ടാക്കുക? ഡ്യൂ ടു എയർ അല്ലേ? ലാർജ് റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫ് ഡ്യൂ ടു എയർ, സ്പീഡ് suddenly decreases to 0. Approximately 0. Approximately, not exactly 0. A small finite value may be there. Approximately 0. അതായത് സഡൻ ആയിട്ട് വെലോസിറ്റി കുറഞ്ഞ് അപ്രോക്സിമേറ്റ്ലി 0 ആയി ലാൻഡ് ചെയ്യും അല്ലേ? ഇപ്പൊ ബെറ്റർ ഓപ്ഷൻ ഏതാ? Option A. എ. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? Yes. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 9th ആദിത്യ കൃഷ്ണ. എന്താ ലേറ്റ് ആയത് ആദിത്യ കൃഷ്ണ? എനിക്ക് കേൾക്കാനില്ല നീ പറയുന്നു. നോട്ട് ഓഡിയബിൾ. അമിത, അമിതയുടെയും സൗണ്ട് ഇല്ല. നന്ദ, സിസ്റ്റം ഓൺ ആവുന്നുണ്ടായിരുന്നില്ല. സിസ്റ്റം ഓൺ ആവുന്നുണ്ടായിരുന്നല്ലേ? ഓക്കെ, പറഞ്ഞോ. ഇതിൽ ഏതാണ് ആൻസർ? ലിവർ എന്ന് കേട്ടില്ലേ? 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതാണ്. ഇവിടെ ലോഡ് ഇവിടെ ഇപ്പൊ LEF ഓർ FE അല്ല, ഫൾക്രം നടുക്കിലല്ലേ? സോറി. ഫൾക്ര ഇവിടെ വരുന്നു. ഇതാ ഫൾക്ര. എഫർട്ട് ഇവിടെയുണ്ട്, ലോഡ് ഇവിടെയുണ്ട്. ഫൾക്രം നടുക്കിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഫൾക്രം മിഡിൽ വരികയാണെങ്കിൽ അതിന് എന്ത് ലിവർ എന്നാ പറയാം? അവനെയാണ് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയാം. ആരാ? ഫസ്റ്റ് ക്ലാസ് ലിവർ. ഇത് കണ്ടോ? നമ്മൾ ലോഡ് എഫർട്ട് നമ്മൾ ഇങ്ങനെ വലിച്ചു, ലോഡ് ഇങ്ങനെ ഉയർന്നു. ഇപ്പൊ യൂഷ്വലി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് മാറ്റാനാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ലിവർ ഉപയോഗിക്കുക. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഫൾക്രം മിഡിൽ വന്നാൽ അവനെ പറയുന്ന പേരാണ് ഫസ്റ്റ് ക്ലാസ് ലിവർ. ഓക്കെ. ഫൾക്രം മിഡിൽ വന്നാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫസ്റ്റ് ക്ലാസ് ലിവർ. ലോഡാണ് മിഡിൽ വരുന്നെങ്കിലോ? ഫൾക്രം എൻഡിലോട്ട് വരികയാണെങ്കിൽ, ഫൾക്രം എൻഡിലാണ് വരുന്നതെങ്കിൽ ഇയാളെയാണ് നമ്മൾ സെക്കൻഡ് ക്ലാസ് എന്ന് പറയാം. സെക്കൻഡ് ക്ലാസ് ലിവർ. ഇതിന് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടണം. മെക്കാനിക്കലി ഉള്ള മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടണ്ട? നിങ്ങൾ റൊട്ടേഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ലോഡ് ബൈ എഫർട്ട്. ദെൻ ഫൈനലി എഫർട്ട് മിഡിൽ വന്നാൽ സംഭവിക്കും. എഫർട്ട് ഇപ്പൊ ഫൾക്രം മിഡിൽ വന്നാൽ ആരാ? ഫസ്റ്റ് ക്ലാസ്. ലോഡ് മിഡിൽ വന്നാൽ സെക്കൻഡ് ക്ലാസ്. എഫർട്ട് മിഡിൽ വന്നു കഴിഞ്ഞാൽ എഫർട്ട് നടുക്കിൽ വന്നത് സംഭവിക്കുക. അതെന്താ? തേർഡ് ക്ലാസ് എന്ന് പറയും. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്ലാസ്സാ, സെക്കൻഡ് ക്ലാസ്സാ, തേർഡ് ക്ലാസ്സാ?
സീസോ ഒക്കെ കണ്ടില്ലേ? സീസോ കുട്ടികൾ ഇന്ന് കളിക്കുന്ന ഫൾക്കറം മിഡിലല്ലേ ഇവരെ? സീസേഴ്സ് കേട്ടോ. അപ്പൊ ഇവിടെ ഏതാ ആൻസർ എന്ന് പറഞ്ഞേ? എ ആണോ? ബി? സി അല്ലേ ആൻസർ? സി. സി. അപ്പൊ ആ പോർഷൻ ഒന്ന് വായിച്ചു നോക്കണം. ഒരു ലോവർ ക്ലാസ് 9th സ്റ്റാൻഡേർഡിലെ ഈ ടോപ്പിക് നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇപ്പൊ അത് സിലബസിൽ ഇല്ലേത്, പക്ഷെ എന്തായാലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 10. ആദിത്യ കൃഷ്ണ വായിച്ചോ. ആദിത്യ കൃഷ്ണ. ആദിത്യ വായിക്കൂല. നവനീത് കൃഷ്ണ. നവനീതും വായിക്കൂല. നവനീത് കേ. അപ്സര. For an electric circuit given below, the correct combination of voltage and current is. ടോട്ടൽ കറണ്ടും കണ്ടുപിടിക്കണം, വോൾട്ടേജും കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ആ അപ്പർ ബ്രാഞ്ചിന്റെ റെസിസ്റ്റൻസ് എത്രയാ? 100 ohm. അതിലൂടെ പോയ കറണ്ട് എത്രയാ? 3 ആംപിയർ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് എത്രയായിരിക്കും? 300 വോൾട്ട്. 3 into 100 300 വോൾട്ട് അല്ലേ അവിടുത്തെ വോൾട്ടേജ്? ക്ലിയർ ആണോ? ഏറ്റവും താഴെയുള്ള റെസിസ്റ്റൻസ് എത്രയാ? കമോൺ, ലോവർ വൺ എത്രയാ? 300 ഓം. അവിടുത്തെ വോൾട്ടേജ് നമുക്ക് എത്ര തന്നെ കിട്ടണം? 300 വോൾട്ട്. കാരണം പാരലൽ കണക്ഷൻ ആയത് കാരണം വോൾട്ടേജ് എല്ലാം സെയിം ആയിരിക്കണ്ടേ? അപ്പൊ ഇതിലൂടെ പോകുന്ന കറണ്ട് എത്രയായിരിക്കും? ലോവർ ബ്രാഞ്ചിലൂടെ പോകുന്ന കറണ്ട് എത്രയായിരിക്കും? വെരി ഗുഡ്, 1 ആംപിയർ. 1 into 300 300. അപ്പൊ അപ്പർ ബ്രാഞ്ചിലൂടെ പോകുന്ന 3 ആംപിയർ ആണെങ്കിൽ ലോവർ ബ്രാഞ്ചിലൂടെ 1 ആംപിയറെ പോകാൻ പറ്റൂ. അത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇനി മിഡ് ബ്രാഞ്ച്. മിഡ് ബ്രാഞ്ചിന്റെ റെസിസ്റ്റൻസ് എത്രയാ? 200 ഓം. ഒന്ന് ഗസ് ചെയ്തേ, അതിലൂടെ പോകുന്ന കറണ്ട് എത്രയായിരിക്കണം? 1.5 ആംപിയർ. എന്താ കാരണം? അപ്പൊ 300 into 1 എന്ന് പറഞ്ഞാലും 100 into 3 എന്ന് പറഞ്ഞാലും 200 into കറണ്ട് അറിയില്ല, I2 എന്ന് വിചാരിച്ചത്. ഇതൊക്കെ സെയിം ആയിരിക്കണം. അപ്പൊ 300 is equal to 200 I2. I2 is equal നമുക്ക് 3/2 എന്ന് വരും, അതായത് 1.5. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ മിഡ് ബ്രാഞ്ചിലൂടെ കറണ്ട് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്, കാരണം 3 സ്ഥലത്ത് ഒരേ വോൾട്ടേജേ വരാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? ആകെയുള്ള കറണ്ട് എത്രയായിരിക്കും? ഇവിടുന്ന് വരുന്ന നെറ്റ് കറണ്ട് എന്തായിരിക്കും? 3ഉം 1.5ഉം 1ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5.5. ഇതാ ആൻസർ, 5.5. സഹസ്രാഷിന് ക്ലിയർ ആയോ? ഇവർക്കൊന്നും മോഡിബിൾ അല്ലേ ഞാൻ പറയുന്നത്? സഹസ്രാഷ്. ഇത് മൈക്ക് വർക്ക് ആവില്ല. ഹലോ, ക്ലാസ്സിലാ? ഹലോ, ഓക്കെ ആണോ? ഈ പ്രോബ്ലം എല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി വോൾട്ടേജ് കാണണോ? കാണാം. നമ്മൾ എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ, വോൾട്ടേജ് കാണണമെങ്കിൽ V = I into R എന്നല്ലേ? R നെറ്റ് റെസിസ്റ്റൻസ്. V = 5.5 into ഈ നെറ്റ് റെസിസ്റ്റൻസ് കാണാൻ ഇവര് 3 പേരും കൂടെ എന്ത് കണക്ഷനാ? പാരലൽ കണക്ഷൻ. എഫക്റ്റീവ് കാണാൻ എല്ലാവർക്കും അറിയാലോ?
Yes. അറിയോ? 1/R പാരലൽ ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എടുക്കണ്ടേ? പക്ഷെ നമ്മൾ സമയം കളയണ്ട, കാരണം ഓൾറെഡി നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? കറണ്ട് 5.5 ആന്ന് കിട്ടിയില്ലേ? അതുകൊണ്ട് ഇനി സമയം കളയണ്ട, നിങ്ങൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം കേട്ടോ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ആകെ വരുന്ന കറണ്ട് എത്രയും നമുക്ക് അറിയില്ല. അപ്പർ ബ്രാഞ്ചിലൂടെ 3 ആംപിയർ പോയാൽ സെക്കൻഡ് ബ്രാഞ്ചിലൂടെ എത്ര കറണ്ട് പോകേണ്ടി വരും? 1.5. തേർഡ് ബ്രാഞ്ചിലൂടെ എത്ര കറണ്ട് പോകേണ്ടി വരും? 1. ഈ 3 കറണ്ടും കൂടെ ആഡ് ചെയ്ത് എന്ത് കിട്ടണം? ടോട്ടൽ കറണ്ട് കിട്ടും. പിന്നെ അറിയേണ്ട ഒരു പോയിന്റ്, ഇവിടുത്തെ വോൾട്ടേജും ഇവിടുത്തെ വോൾട്ടേജും ഇവിടുത്തെ വോൾട്ടേജും സെയിം ആവാൻ കാരണം എന്താ? വെരി ഗുഡ്. Which one among the following is correct focal length of a combination of lenses of power 2.5 diopter and minus 2.5 diopter? എല്ലാവരും ചെയ്ത ആൻസർ ചെയ്തേ ക്യുക്കായിട്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു ഉഷാറ് കാണാനില്ലല്ലോ ഒന്ന്. Sir, 2 meter ആണ്. പോസിറ്റീവ് 2.0 മീറ്റർ. പോസിറ്റീവ് 0.0 മീറ്റർ. കറക്റ്റ് ആയിരിക്കും. 2.5 ഡയോപ്റ്ററും മൈനസ് 2.5 ഡയോപ്റ്ററും. നെറ്റ് പവർ കാണാൻ എന്താ ചെയ്യേണ്ടത്? P1 പ്ലസ് P2 അല്ലേ? അപ്പൊ നമുക്ക് 2.5 പ്ലസ് മൈനസ് 2 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ മൈനസ് പ്ലസ് 0.5. അതാണ് പവർ. നമ്മളോട് ചോദിച്ചത് പവർ അല്ല, ഫോക്കൽ ലെങ്ത് ആണ് അല്ലേ? കറക്റ്റ് ഫോക്കൽ ലെങ്ത് അല്ലേ? ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ 1/P അല്ലേ എടുക്കേണ്ടത്? അപ്പോൾ 1/0.5 ദാറ്റ് ഈസ് ഈക്വൽ പ്ലസ് 2. ക്ലിയർ ആയോ? പ്ലസ് 2. അപ്പോ ഈ കോമ്പിനേഷൻ കൺവെർജിങ് ലെൻസ് ആയിരിക്കോ ഡൈവർജിങ് ലെൻസ് ആയിരിക്കോ? പോസിറ്റീവ് ഫോക്കൽ ലെങ്ത്, പോസിറ്റീവ് പവർ വന്നു കഴിഞ്ഞാൽ അത് കൺവെർജിങ് ആണോ ഡൈവർജിങ് ആണോ? കൺവെർജിങ് ലെൻസ്. ഇത്രയുള്ള എഫക്റ്റീവ് ആയി ഇവൻ കൺവെർജ് ആണ് ചെയ്യുക. ഓക്കെ. നെഗറ്റീവ് വരുമ്പോഴല്ലേ ഡൈവർജിങ് ലെൻസ് എന്ന് പറയാം അല്ലേ പാർവതിയെ? മിറർ ആയാലും രണ്ടായാലും ഒരുപോലൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ മിററിനെ ലെൻസ് എന്നൊന്നും പറയാറില്ലല്ലോ. ഫോക്കൽ ലെങ്ത് ഇൻഫിനിറ്റി എന്ന് പറയുന്ന മീനിങ് എന്താ? പ്ലെയിൻ മിറർ. പ്ലെയിൻ, അതായത് പ്ലെയിൻ ഗ്ലാസ് സ്ലാബ് ആയിരിക്കും. കൺവെർജ് ചെയ്യൂല, ഡൈവർജ് ചെയ്യൂല. കൺവെർജ് ചെയ്യാനോ അല്ലെങ്കിൽ ഡൈവർജ് ചെയ്യാനുള്ള എബിലിറ്റീനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത് കേട്ടോ. പവർ 0 എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഇൻഫിനിറ്റി ആയിരിക്കും അല്ലേ? അല്ലേ? The next question. വൈഷ്ണവി ക്വസ്റ്റ്യൻ നമ്പർ 12 റീഡ് ചെയ്തോ. വൈഷ്ണവി എന്താ ലേറ്റ് ആയത്? സർ, ഇവിടെ സിസ്റ്റം വർക്ക് ആവുന്നായിരുന്നില്ല, ഓൺ ആവുണ്ടായിരുന്നില്ല എല്ലാവരുടെയും. പ്രോബ്ലം നമ്പർ 12. The AC means domestic supply current in India changes direction in every. ഇൻ ഇന്ത്യ എന്ന് പറയാനുള്ള കാരണം ഡിഫറെന്റ് കൺട്രീസ് ഡിഫറെന്റ് ഫ്രീക്വൻസിയാണ് യൂസ് ചെയ്യുക. ചില കൺട്രീസിൽ 100 ഹെഡ്സ് ഉള്ള കൺട്രീസ് ഉണ്ട്, 50 ഹെഡ്സ് ഉള്ളതുണ്ട്. ചില രാജ്യങ്ങളിലൊക്കെ 400 ഹെഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. യെസ്, ആൻസർ ചെയ്തോ. ഓപ്ഷൻ ബി. നമ്മുടെ വീട്ടിലെ കറണ്ടും ടൈമും തമ്മിൽ ഗ്രാഫ് വരച്ച ഗ്രാഫ് എങ്ങനെ ഇരിക്കും? ഇങ്ങനത്തെ കറണ്ട് അല്ലേ നമ്മുടെ വീട്ടിൽ വരുന്നത്? ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആണോ?
അല്ല. I equal to I0 സൈൻ ഒമേഗ ടി ഫോർമാറ്റിലാണ് നമ്മുടെ വീട്ടിലെ കറണ്ട് വരുന്നത്. അതാണ് I0. I0 എന്ന് പറയുമ്പോൾ മാക്സിമം വാല്യൂവിനാണ് I0 എന്ന് പറയാം. I0 പറയുന്ന പേരെന്താ? പീക്ക് വാല്യൂ. I0 ബൈ √2 പറയുന്ന പേരെന്താ? RMS വാല്യൂ. RMS വാല്യൂ. I പറയുന്ന പേരെന്താ? I ലെഫ്റ്റ് സൈഡ് എടുക്കുന്ന I ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ ഒമേഗ എന്ന് പറയുമ്പോൾ ആംഗുലാർ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി ഇൻ ഇന്ത്യ എത്രയാ? 50 Hz അല്ലേ? ഇന്ത്യയില് നമ്മൾ യൂസ് ചെയ്യുന്ന ഹൗസ് ഹോൾഡ് സപ്ലൈ, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സപ്ലൈ, ഡൊമസ്റ്റിക് സപ്ലൈയുടെ ഫ്രീക്വൻസി 50 Hz ആണ്. അപ്പൊ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 1/50 അല്ലേ? ഇല്ലടാ, 1/50 എന്ന് പറയുമ്പോൾ അത് എത്രയാ? 1/50 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.02 അല്ലേ? ആണോ? Yes, sir. അതായത് നമ്മുടെ വീട്ടിലുള്ള ഒരു സൈക്കിൾ, അതായത് ഇത്രയും സമയം, ഇതാണ് 0.02 സെക്കൻഡ്സ് അല്ലേ? ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ളതിനല്ലേ നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയാം. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ടൈം 0.02 സെക്കൻഡ് ആണ്. ക്ലിയർ ആയോ? Yes, sir. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവാനുള്ള ടൈമിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊന്ന് ആൻസർ ചെയ്തേ, 1/50 ആണോ 1/100 ആണോ ആൻസർ? നോക്ക്. 1/50. 0.01, അതായത് 0.02ന്റെ പകുതി സമയം കഴിയുമ്പോഴേക്കേ കറണ്ടിന്റെ ഡയറക്ഷൻ മാറില്ലേ? ഇല്ലേ? ഒരു സെക്കൻഡിൽ നമ്മുടെ വീട്ടിൽ 50 വേവ് ആണ് വരുന്നത്, 50 വേവ്സ്. അതിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 1/50 അല്ല 1/100 സെക്കൻഡ് വരുമ്പോഴേക്കേ ഡയറക്ഷൻ മാറും ഇല്ലേ? അപ്പൊ ആൻസർ 1/50 ആണോ 1/100 ആണോ? 1/100. ഉറക്കെ പറ. 1/100. 1/100 ആണ് ആൻസർ കേട്ടോ. നിങ്ങളോട് ഫ്രീക്വൻസി ചോദിച്ചു കഴിഞ്ഞാൽ നോ ഡൗട്ട് ഇറ്റ് ഈസ് 50 Hz. ടൈം പീരീഡ് ചോദിച്ചാൽ അത് കറക്റ്റ് ആണ് 0.02. പക്ഷെ ഇത് രണ്ടും അല്ല ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഡൊമസ്റ്റിക് സപ്ലൈ കറണ്ട് ഇൻ ഇന്ത്യ ചേഞ്ചസ് ഡയറക്ഷൻ. എത്ര സമയം കഴിയുമ്പോഴേക്കേ ഡയറക്ഷൻ മാറും? 1/100. 0.02/2 അല്ലേ? അപ്പൊ 0.01 അല്ലേ വരുന്നത്? 0.01 എന്ന് പറയുമ്പോൾ 1/100 അല്ലേ? പക്ഷെ ടൈം പീരീഡ് ഓഫ് AC സപ്ലൈ 1/100 അല്ല. എത്രയാ? 0.02 seconds. 0.02 സെക്കൻഡ്, അതായത് 1/50 സെക്കൻഡ്. പക്ഷെ ടൈം പീരീഡ് അല്ല ക്വസ്റ്റ്യൻ ചോദിച്ചത്. കറണ്ട് ചേഞ്ചസ് ഡയറക്ഷൻ ഇൻ എവരി ഡാഷ് സെക്കൻഡ്സ്. ക്ലിയർ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ബൾബ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ ബൾബ് ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ഓഫ് ആവും? ഇൻ 1 second how many times the bulb gets switched off? 100 times ഓഫ് ആവും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ബൾബിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും, ഒരു സെക്കൻഡിൽ 100 times നമ്മുടെ വീട്ടിലെ ബൾബ് ഓഫ് ആവുന്നുണ്ട്. പക്ഷേ you can't sense that because of your persistence of vision. Persistence of vision ഉള്ളത് കാരണം ബൾബ് ഓഫ് ആയ വിവരം നമ്മൾ അറിയില്ല. ഓക്കെ, എന്താ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബൾബിന് ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവാൻ പറ്റുന്ന കാരണം ബൾബിന്റെ ലൈഫ് കൂടും, റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടും. ഓക്കെ, ഓക്കെ ആണോ? Okay, sir.
പിന്നെ ഒരു കാര്യം, ഒരു ബൾബ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ റെസിസ്റ്റർ. ഇപ്പോൾ 0.01 സെക്കൻഡ് കറണ്ട് ഇങ്ങോട്ടാണ് പോയതെങ്കിൽ അടുത്ത 0.01 സെക്കൻഡിൽ കറണ്ട് തിരിച്ചാ പോവുക. കറണ്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ബൾബ് ചൂടാവോ തണുക്കോ? ഹീറ്റാണോ കോൾഡ് ആണോ? തിരിച്ചു പോയാലോ കൂളാവും അല്ലേ? ഒരു ഡയറക്ഷനിൽ പോയാൽ ചൂടാവും, മറ്റേ ഡയറക്ഷനിൽ പോയാൽ തണുപ്പ് വരും അല്ലേ? ഹീറ്റിന് ഇതന്നെയല്ലേ പ്രൊഡ്യൂസ് ചെയ്യാൻ? ആരാ കൂളാവും എന്ന് പറഞ്ഞേ? അവന്റെ കാല് രണ്ടും പിടിച്ച് നിലത്തിട്ട് ഒറ്റ അടി കൊടുക്കണം, തല അടിച്ചാൽ പൊട്ടിക്കണം. എടാ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും എന്ത് തന്നെയാണ് ഉണ്ടാവുക? ആ ഹീറ്റാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടാതെ പോലേ. നമുക്ക് വേണ്ടത് ഹീറ്റാണ്. ഡി സി ആണെങ്കിൽ ഡയറക്റ്റ് കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമുക്ക് ഒരേ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യാം. ബൾബ് ത്രൂ ഔട്ട് ഗ്ലോ ചെയ്യും. ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്, പക്ഷെ കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. രണ്ട് ഡയറക്ഷനിലും ഹീറ്റ് തന്നെയാണ് ജനറേറ്റ് ആവുക കേട്ടോ. ഓക്കെ ഓക്കെ സർ. എന്നാ ചുമ്മാ എന്ന് പറഞ്ഞേ, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ഡി സി സപ്ലൈ? ഡയറക്റ്റ് കറണ്ട് 0. കാരണം എങ്ങനെയാണ് ഡയറക്റ്റ് കറണ്ട് വരിക? ടൈം പീരീഡ് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ടൈം പീരീഡ് ഇൻഫിനിറ്റി ആയിരിക്കും. ടൈം പീരീഡ് ഇൻഫിനിറ്റി ആവുന്ന കാരണം ഫ്രീക്വൻസി 1/t എന്ന് പറയുമ്പോൾ 0 എന്ന് വരും കേട്ടോ. ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ഫ്രീക്വൻസി നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പോലെ ഇരിക്കും. ഡയറക്റ്റ് കറണ്ടിനെ ഡിഫൈൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഡയറക്റ്റ് കറണ്ടിന്റെ ഫ്രീക്വൻസി 0 ആയിരിക്കും. ഓക്കെ ഓക്കെ സർ. ഓക്കെ സർ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോബ്ലം നമ്പർ 13. ഒന്നുകൂടെ സ്പീഡാക്കണം എല്ലാവരും, ഒന്നുകൂടെ ഉഷാറാവണം കേട്ടോ. ദീക്ഷിത് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ദീക്ഷിത്. A block of mass 2.0 kilogram sizes on a rough horizontal plane surface. Let the speed of block at a particular instant is 10 meter per second. It comes to rest after traveling a distance of 20 meter. Which of the following could be the magnitude of the frictional force? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ. $20 meter. At a particular instant, the speed is 10. Then finally, its speed becomes 0 because comes to rest. After traveling a finite distance of 20 meter, it comes to rest. So final velocity will be 0. Usually, when body slides along a surface, its speed increases due to the action of gravity. But in this problem, speed decreases and finally comes to rest. So definitely some resistive force will be there, and you want to find the magnitude of the frictional force. ഒന്ന് ട്രൈ ചെയ്ത എല്ലാവരും. അക്ഷതയ്ക്ക് കിട്ടിയോ? സർ ഓപ്ഷൻ ഡി ആണോ? 20 ന്യൂട്ടനോ? നോ സർ, 50 ന്യൂട്ടൺ. ഓപ്ഷൻ ഡി. T ന്യൂട്ടൺ ആണോ? എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞേ. ഇതാരാ ആൻസർ ചെയ്തേ? സർ വൈഷ്ണവി. വൈഷ്ണവി പറഞ്ഞു. എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞേ വൈഷ്ണവി. സാർ ഞാൻ മറ്റേ വിയും V0 U10 അല്ലേ? അപ്പോ V² is equal to U² plus 2s ഇക്വേഷനിൽ ഇട്ടു. ഓക്കെ.
അപ്പോ ആക്സിലറേഷൻ കിട്ടി ആക്സലറേഷൻ കിട്ടി. യു സ്ക്വയർ എത്ര? യു സ്ക്വയർ 100 10 അല്ലേ? 100 പ്ലസ് 2 ഇൻറ്റു ആക്സലറേഷൻ്റെ വാല്യൂ അറിയില്ല. എസ് എത്ര? 20. അറിയില്ല. അപ്പോൾ 40 എ ഈസ് ഈക്വൽ 100 വിത്ത് മൈനസ് സൈൻ. എയുടെ വാല്യൂ -2.5 അല്ലേ? ആ ഓക്കെ. ഇനി എന്താ ചെയ്തേ? ഫോഴ്സ് ഈസ് ഈക്വൽ ടു MA പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ അല്ലേ? ആ എം എ എന്നുള്ള ഇക്വേഷനിൽ കൊടുത്തു. അപ്പോൾ മാസ് 2 2 ഇപ്പോൾ 2 ഇൻറ്റു പറഞ്ഞോ ശരിയാ. 2 ഇൻറ്റു 2.5 എത്ര കിട്ടുക? 5. പിന്നെ നീ ഒരു 0 അഡീഷണലി കൊടുത്തു അല്ലേ? അല്ലേ? Yes, sir. ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ ഉണ്ടോ? No, sir. ടൈപ്പിംഗ് എറർ ആയിരിക്കും. 5 ആണ് ആൻസർ കേട്ടോ. ആൻസർ 5 ആണ് കേട്ടോ. ഓക്കെ. കാരണം ഇവിടെ ഇവന്റെ സ്പീഡ് കുറച്ചത് ആരാ? ഗ്രാവിറ്റി അല്ല. ആരാ സ്പീഡ് കുറച്ചേ? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ്. അല്ലെങ്കിൽ വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞ തിയറം കേട്ടിട്ടുണ്ടോ? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ വർക്ക് ഡൺ ബൈ ഫോഴ്സ്. പഠിച്ചിട്ടുണ്ടോ അങ്ങനെ? ഉണ്ടോ? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ½ mv² ½ u² ഈസ് ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. കാരണം സ്പീഡ് കുറച്ചത് ആരാ? ഫ്രിക്ഷണൽ ഫോഴ്സാ. അപ്പൊ ½ ഇൻറ്റു മാസ് 2 ആണ്. കറക്റ്റ് ആണ്. V10 ആണ്. 10² മൈനസ് ½ ഇൻറ്റു m വീണ്ടും 2 ആണ് ഇൻറ്റു 0². ഇതാണ് 0, ഇതാണ് 0, ഇത് 10². ദാറ്റ് ഈസ് ഈക്വൽ F ഇൻറ്റു S. അപ്പോൾ 0 മൈനസ് 2 കട്ടായി 100 ഈസ് ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയെന്ന് അറിയില്ല ഇൻറ്റു 20. അപ്പോൾ F ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് മൈനസ് ആണ്. അപ്പോൾ മൈനസ് മൈനസ് പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 100/20. ദാറ്റ് ഈസ് ഈക്വൽ 5 അല്ലേ ആൻസർ? ആണോ? Yes, sir. കറക്റ്റ് ചെയ്തോ കേട്ടോ. 5 ആണ് ആൻസർ. വൈഷ്ണയ്ക്ക് 5 ആണോ 50 ആണോ കിട്ടിയത് ആൻസർ? Sir, 5. അപ്പൊ ആ ഓപ്ഷൻ ഇല്ലാത്ത കാരണം 50 എന്ന് പറഞ്ഞു അല്ലേ? Yes, sir. വെരി ഗുഡ്. അങ്ങനെ തന്നെ വേണം. കിട്ടിയ ആൻസറേ പറയാവൂ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. കുഴപ്പമില്ല. എന്തായാലും ട്രൈ ചെയ്തല്ലോ. അശുതോഷ് നോ ചാൻസ്. സഹസ്രഷ്. ഇടാ ഇങ്ങോട്ട് നോക്കടാ. സഹസ്രാഷ്. അവനൊന്നും കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. നവനീത് കൃഷ്ണ. ഒരു രക്ഷയില്ല. സാർ അവരുടെ മൈക്രോഫോൺ വർക്ക് ആവണമെന്നില്ല. അവിടെ നിന്ന് പറഞ്ഞത്. എന്നാ നീ നന്ദ തന്നെ വായിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ. Given below are the 4 cases in which certain heat transfer is taking place. Ice is melting in a glass bowl of water. Water is boiling in an open container. A metal rod is heated in a furnace. A cup of coffee is allowed to cool on a table. In which above the cases the Newton's law of cooling is applicable? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഏത് കേസിലാണ് അപ്ലിക്കബിൾ എന്ന്? കമാൺ. അതിന് നിനക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്താണെന്ന് അറിയാമോ? No, sir. ഞാൻ പറയണോ? Yes. അപ്പൊ നോക്കിക്കോ. ഒരു ബോഡി, ആ ബോഡിയുടെ ടെമ്പറേച്ചർ T അല്ലെങ്കിൽ വേണ്ട T1. ഒരു ഹോട്ട് ബോഡിയാണ്. യു പ്ലേസ് ദാറ്റ് ബോഡി ഇൻ എയർ. അപ്പൊ ആ ബോഡി എനർജി റേഡിയേറ്റ് ചെയ്യും. എനർജി വിൽ റേഡിയേറ്റ്. ലെറ്റ് us assume the temperature of the surrounding is T0.
T1 is the temperature of the body. T0 is the temperature of the surroundings. Let T1 greater than T0. Means the temperature of the body is greater than that of the surrounding temperature. Okay? Okay. Okay, Yes, sir. sir. Okay, sir. Then according to Newton's law of cooling, the energy radiated in the form of EM waves, electromagnetic waves, infrared radiations ആയിട്ടാണ് energy emit ചെയ്യുക. A body will radiate energy in the form of electromagnetic radiation. You know the heat radiations are infrared radiations. Okay. Okay, sir. അങ്ങനെ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആയിട്ട് എനർജി എമിറ്റ് ചെയ്യുമ്പോൾ ദ എനർജി റേഡിയേറ്റഡ് ഇൻ യൂണിറ്റ് ടൈം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി ആവറേജ് മൈനസ് T0. ഓക്കെ. Okay, sir. വേർ ക്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എനർജി റേഡിയേറ്റഡ്. ടി ആവറേജ് എന്ന് പറയുമ്പോൾ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ബോഡി, T0 എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ്സ്. ടി പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം ടി എന്ന് പറയുമ്പോൾ ടൈം ആണ്. ക്യൂ എന്ന് പറയുമ്പോൾ എനർജി റേഡിയേറ്റഡ്. ഈ ബോഡിയുടെ ടെമ്പറേച്ചർ ഇപ്പോൾ T1 ആണ്. ആ ബോഡി എനർജി റേഡിയേറ്റ് ചെയ്തപ്പോൾ അതിന്റെ ടെമ്പറേച്ചർ ഇത്തിരി കുറഞ്ഞു എന്ന് വിചാരിച്ചു, സേ T2. സോ MC delta T divided by time is equal to some constant into T average minus T0. M ആരാ? Mass of the body. C ആരാ? Specific heat capacity. Yes, correct. Specific heat of the body. Delta T ആരാ? Change in temperature. Change in temperature of the body. Correct. Change in temperature of the body. Denominator T ആരാ? Time. Time Time. taken. K ഒരു കോൺസ്റ്റന്റ്. T ആവറേജ് എന്ന് പറഞ്ഞാൽ ആരാ? റേഡിയേറ്റ് ചെയ്യുന്ന ബോർഡർ ആവറേജ് ടെമ്പറേച്ചർ. T0 ആരുടെ ടെമ്പറേച്ചറാ? സറൗണ്ടിങ്സിന്റെ ടെമ്പറേച്ചർ. ഇപ്പൊ ഞാൻ ഈ ഇക്വേഷൻ ഫൈനലി ഒന്നും കൂടെ എഴുതാം. ഈ MC ഇൻറ്റു ഡെൽറ്റ T ഡിവൈഡഡ് ബൈ ടൈം ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു T ആവറേജ് മൈനസ് T0. ഓക്കെ. ഇതിന് വേണമെങ്കിൽ MC ഇൻറ്റു ഡെൽറ്റ ടിക്ക് പകരം ഞാനൊരു കാര്യം ചെയ്യാം, T1 മൈനസ് T2 എന്ന് എഴുതാം ബൈ ടൈം. കാരണം ഇനീഷ്യലി ബോർഡർ ടെമ്പറേച്ചർ T1 ആയിരുന്നു, ഇപ്പോൾ ബോർഡർ ടെമ്പറേച്ചർ T2 ആണ്. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ റീപ്ലേസ് ഡെൽറ്റ T ബൈ T1 മൈനസ് T2. ഓക്കെ. സം കോൺസ്റ്റന്റ് ഇൻറ്റു, അപ്പൊ T ആവറേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? T1 പ്ലസ് T2 ബൈ 2 മൈനസ് T0. T ആവറേജിന് എന്തുകൊണ്ടാണ് T1 പ്ലസ് T2 ബൈ 2 എടുത്തത് മനസ്സിലായോ? Yes, sir. ഇനീഷ്യലി ബോർഡർ ടെമ്പറേച്ചർ T1 കുറച്ച് കഴിഞ്ഞപ്പോൾ T2 ആയതുകൊണ്ടാണ് ആവറേജ് ടെമ്പറേച്ചർ നമ്മൾ T1 പ്ലസ് T2 ബൈ 2 എന്ന് എടുത്തത്. പിന്നെ ഇതിങ്ങനെ ബൈഹാർട്ട് ചെയ്തോ, T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ ടൈം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T1 പ്ലസ് T2 ബൈ 2 മൈനസ് T0. ഇതിനെയാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത്. അതായത് യു കൺസിഡർ എ ഹോട്ട് ബോഡി, it radiates energy to the surroundings. Radiate energy to the surroundings. Okay. Radiates energy to the surroundings. While radiating, the fall in temperature of the body, directly proportional to temperature difference between body and surroundings.
അപ്പോൾ ഒരു ബോഡി, ഹോട്ട് ബോഡിയെ നമ്മൾ ഒരു മീഡിയത്തിൽ കൊണ്ടുപോയി വെച്ചാൽ ആ ബോഡി സറൗണ്ടിങ്സിലേക്ക് എനർജി റേഡിയേറ്റ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്. ആ സമയത്ത് ആ ബോർഡർ ഫാൾ ഇൻ ടെമ്പറേച്ചർ ഓർ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ബോഡി ആൻഡ് സറൗണ്ടിങ്സ്. ഓക്കെ, ഈ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് അപ്ലൈ ചെയ്യണമെങ്കിൽ സാധാരണ ബോഡി എനർജി റേഡിയേറ്റ് ചെയ്യുമ്പോൾ ബോർഡർ ടെമ്പറേച്ചർ കൂടുകയോ കുറയോ? കുറയും. സറൗണ്ടിങ്സിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? കൂടണം. പക്ഷെ അങ്ങനെ കൂടുന്ന ഇമ്പാക്ട് നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൽ എടുക്കില്ല. അതായത് അവർ അസംഷൻ ഈസ് ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ് ഈസ് എ കോൺസ്റ്റന്റ്. എന്നാൽ മാത്രമേ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് വാലിഡ് ആവുള്ളൂ. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഈസ് അപ്ലിക്കബിൾ ഓൺലി വെൻ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി എ കോൺസ്റ്റന്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചായ വെച്ചു, ടീ 100 ഡിഗ്രി സെൽഷ്യസിൽ വെട്ടി തിളയ്ക്കുന്ന ചായ. കുറച്ച് സമയം കാത്തിരുന്ന് എന്ത് സംഭവിക്കും? ചായയുടെ ടെമ്പറേച്ചർ കൂടുകയോ കുറയോ? കുറയും. ആ സമയത്ത് നിങ്ങളുടെ അടുക്കള ചുട്ടുപഴുക്കാറുണ്ടോ? ഇല്ല. മേ ബി ചെറിയ ചേഞ്ച് വരുന്നുണ്ട്, നിങ്ങളുടെ കിച്ചണിലെ ടെമ്പറേച്ചർ ഇത്തിരി കൂടുന്നുണ്ട്. യു നെഗ്ലക്ട് ദാറ്റ് എഫക്ട്, then only you can apply Newton's law of cooling. മനസ്സിലായോ? സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. പനി പിടിച്ചാൽ മരിക്കാൻ കാരണം എന്താ? ഹൈ ടെമ്പറേച്ചർ വന്നു, ഭയങ്കര പനി വന്നാൽ മരിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ബൈ സം മീൻസ് ഭയങ്കരമായിട്ട് റൈസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എനർജി റേഡിയേഷൻ കൂടും ഇൻ ദ ഫോം ഓഫ് EM വേവ്സ്. അപ്പം നമ്മൾ കഴിച്ച ഫുഡെല്ലാം നമ്മൾ എന്താക്കി കളയും? ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ആയിട്ട് മാറ്റിക്കളയും. അപ്പം നമ്മുടെ ബോഡി ക്യുക്കായിട്ട് എന്ത് ചെയ്യും? ക്ഷീണിക്കാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ വല്ല ഗ്ലൂക്കോസൊക്കെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകുമ്പോൾ ആദ്യമേ നമുക്ക് എനർജി അഡീഷണലി തരുന്നത് കേട്ടോ. അപ്പോൾ എന്താ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞ എല്ലാവരും? Fall in temperature of body directly proportional to temperature of the surroundings. Different body also. Temperature difference between body and surroundings. Temperature difference between body and surroundings. Good. Temperature difference between body and surroundings. It is applicable only when the temperature difference between that body and surrounding is comparatively smaller. കുറവാണെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനൊരു പ്രോബ്ലം തരട്ടെ? ഇതിന്റെ ആൻസർ ഏതാ? ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ 14 ആൻസർ ഏതാ? ഓപ്ഷൻ ബി. 4 ഓൺലി. ആരാ ആൻസർ ചെയ്തേ? പാർവതി. ഗ്രേറ്റ് പാർവതി. പാർവതി നമ്മുടെ ഇന്റഗ്രേറ്റഡാ? അതെ. 4 only. Newton's law of cooling. A cup of coffee is allowed to cool on a table. In that case, the fall in temperature of the coffee is directly proportional to temperature difference between coffee and the room temperature. Okay. അടുത്ത ക്വസ്റ്റ്യൻ. എന്നിട്ട് ഞാനൊരു പ്രോബ്ലം ചെയ്യിപ്പിക്കാം സമയത്ത് ഉണ്ടെങ്കിൽ. Franco Thomas. Yes, sir. 15th question. The figure shown below shows the direction of two forces P and Q acting on a skydiver. Which one among the following statements is correct about the two forces? Yes. And this, what is P here? P. While falling freely under gravity, what is this P here? Gravitation force. His weight. Alayala weight alle. Okay. What about this Q? Q ആരായിരിക്കും? നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരായിരിക്കും നോർമൽ റിയാക്ഷൻ പ്രൊവൈഡ് ചെയ്യുക?
മേ ബി ഒരു പാരച്യൂട്ട് മുകളിലുണ്ടെങ്കിൽ ഇതിനകത്തെ എയർ കുടുങ്ങിയിട്ടല്ലേ ഇത് കിട്ടുന്നത്, അല്ലേ? ഫ്രിക്ഷൻ. നമ്മൾ ബെറ്റർ വേർഡ് എന്ന് പറയുമ്പോൾ ഫ്രിക്ഷൻ എന്നല്ല, റെസിസ്റ്റീവ് ഫോഴ്സ് ഡ്യൂ ടു ആര് കാരണം? എയർ. താഴേക്ക് ചാടുമ്പോൾ വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ടാണ് താഴേക്ക് പോരുന്നത്. പക്ഷെ അതേ സമയത്ത് റെസിസ്റ്റീവ് ഫോഴ്സ് എവിടേക്കായിരിക്കും? മുകളിലേക്കായിരിക്കും. ഈ റെസിസ്റ്റീവ് ഫോഴ്സ് ഇല്ലെങ്കിൽ ഇയാളുടെ വെയിറ്റ് mg, ഇയാൾ താഴെ വന്ന് വീഴും, അല്ലേ? ഇതേ ഇയാൾ കുറച്ച് കഴിയുമ്പോഴൊക്കെ മേ ബി ഹി ഓപ്പൺസ്, പാരച്യൂട്ട് ഓപ്പൺ ചെയ്യുമായിരിക്കാം, അല്ലേ? പാരച്യൂട്ട് ഓപ്പൺ ചെയ്താൽ വാട്ട് ഹാപ്പൻസ് ടു ക്യൂ? ക്യൂ ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? ഇൻക്രീസ്. ഒരു ഒരു 5 മിനിറ്റ് കഴിഞ്ഞൊരു ക്ലാസ്സിൽ, മറ്റേ NDA ക്ലാസ്. പറഞ്ഞെന്താ പറഞ്ഞേ? ക്യൂ ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? ഇൻക്രീസസ്. അപ്പോ താഴേക്ക് വീഴുമ്പോൾ വെയിറ്റ് റിമെയിൻ സെയിം, ബട്ട് ദ അപ്വേർഡ് ഫോഴ്സ്, ദാറ്റ് ഈസ് റെസിസ്റ്റീവ് ഫോഴ്സ് ഡ്യൂ ടു എയർ, മേ ബി ഡ്രാഗിംഗ് ഫോഴ്സ് അച്ചീവ്ഡ് യൂസിംഗ് പാരച്യൂട്ട് വിൽ ഇൻക്രീസ്. അപ്പൊ ഏതാ ആൻസർ? ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ആഫ്റ്റർ പാരച്യൂട്ട് ഓപ്പൺസ് പി റിമെയിൻ സെയിം. കാരണം പി ആരാ? വെയിറ്റ് റിമെയിൻ സെയിം വൈൽ ക്യൂ ഇൻക്രീസസ്. എന്തുകൊണ്ടാ ക്യൂ ഇൻക്രീസ് ആവുന്നത്? പാരച്യൂട്ട് ഓപ്പൺ ആകുമ്പോൾ റെസിസ്റ്റീവ് ഫോഴ്സ് കൂടും. മോർ വിങ് ഏരിയ വരും, ഏരിയ കൂടും. അയാളുടെ ഏരിയ മാത്രമല്ല, ആ മൊത്തം പാരച്യൂട്ടിന്റെ ഏരിയ വരുന്ന കാരണം മോർ എയറിന് അവൻ എന്ത് ചെയ്യും? എയർ അവനെ ഒപ്പോസ് ചെയ്യും കേട്ടോ. അപ്പൊ ബെറ്റർ ഓപ്ഷൻ സി ആണ്. കറക്റ്റ്, സി. ഞാനൊരു പ്രോബ്ലം തരാം, നാളേക്ക് ഫിനിഷ് ചെയ്യണം. പറയട്ടെ? A body cools from 80 to 60 degrees Celsius. 80 degrees Celsius to 60 degrees Celsius in 1 minute. A body cools from 80 to 60 degrees Celsius in 1 minute. A body cools from 80 degrees Celsius to 60 degrees Celsius in 1 minute. What is the temperature of the body in the next 1 minute? What is the temperature of the body in the next 1 minute? What is the temperature of the body in the next 1 minute? Given room temperature is 30 degrees Celsius. Given room temperature is 30 degrees Celsius. Given room temperature is 30 degrees Celsius. ഒരു മിനിറ്റ്, ആരും പോവരുതേ. ഞാനൊരു വീഡിയോ ഒന്ന് കാണിക്കാം. ചുമ്മാ നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോ ആണ്. പ്ലേ ചെയ്യട്ടെ? Yes, sir.
എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, അത് ബോയ് ആണോ ഗേൾ ആണോ ആ കുട്ടി? ആണോ? ഇറ്റ്സ് എ ബോയ്, നോ ഡൗട്ട് ഇറ്റ്സ് എ ബോയ്. കണ്ടില്ലേ? ആരാണെന്ന് അന്വേഷിക്കും. ആരാണ് ആ കുട്ടി എന്ന് നിങ്ങൾ അന്വേഷിക്കും. അറിയോ? ഫുട്ബോൾ പ്ലെയർ. ആ, ഫുട്ബോൾ പ്ലെയർ ആണ്. അവളുടെ പേരെന്താണെന്ന് അറിയാമോ? വെച്ചിട്ടൊന്നാണ്. ആ, അരാട്ട് കാണോ ആരാണെന്ന്? ഞാൻ കാണിച്ചു തരാം. അറാട്ട് ഹൊസീനി എന്ന് പറയും. ഞാൻ കുട്ടിയെ കാണിച്ചു തന്നത് അരാട്ട് ഹൊസീനി എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? കേട്ടില്ലേ? ആ, ഞാൻ ആ കുട്ടിയെ കുറിച്ച് ഇങ്ങനെ കൂടുതൽ സ്റ്റഡി ചെയ്തപ്പോ ആ കുട്ടി രാവിലെ എഴുന്നേൽക്കുന്നത് 3 മണിക്കാണ്. കൂടെ അച്ഛനും എഴുന്നേൽക്കും. ആ കുട്ടി ജനിച്ച കാലം തൊട്ട് ആ കുട്ടിയുടെ അച്ഛന്റെയും ആ കുട്ടിയുടെ ആഗ്രഹം എന്താ വെച്ചാൽ ആ കുട്ടിക്ക് എന്തായിട്ട് മാറണം? ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ ആയിട്ട് മാറണം. ഇതവിടെ രാവിലെ എഴുന്നേൽക്കാൻ തന്നെ സൺഡേ ആണ്, മൺഡേ ആണ് എന്ന് പറഞ്ഞിട്ട് പിള്ളേർ വിഷമം കാണിക്കുന്നൊരു നാടാണ് നമ്മുടെ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ആയി തീരണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയൊരു പോയിന്റ് ഞാൻ പറയാം, മരിച്ചു പണിയണം, അല്ലാതെ വിജയിക്കില്ല. ഒന്ന് പോയി എഴുതി നോക്കാം, NDA കിട്ടണേ എന്ന് വിചാരിച്ച ഉറപ്പാണ് നിങ്ങൾക്ക് കിട്ടൂല. എനിക്ക് NDA കിട്ടാതെ ഇനി ഒരു ജീവിതം ഇല്ലെന്ന് വിചാരിച്ച് പോയി എഴുതി നോക്ക്. അതിനു വേണ്ടി മരിച്ചു പണിഞ്ഞു നോക്ക്. കഴിഞ്ഞ സൺഡേ അറ്റ്ലീസ്റ്റ് ഒരു 10 മണിക്കൂറെങ്കിലും പഠിച്ചവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? കഴിഞ്ഞ ലാസ്റ്റ് സൺഡേ ഒരു 10 hours എങ്കിലും പഠിച്ച കുട്ടികൾ. കൈ പൊന്തിച്ചാൽ മതി. ആ, യെസ്, പാർവതി രഞ്ജിത്ത് പഠിച്ചിട്ടുണ്ട്. ഗ്രേറ്റ് പാർവതി. താങ്ക് യു സർ. ആ, അശുതോഷ് എനിക്ക് മനസ്സിലായില്ല, ഇല്ലാന്നല്ലേ? നോ അല്ലേ? ആ, പാർവതി രഞ്ജിത്ത് നമ്മുടെ തൃശ്ശൂർ ബ്രാഞ്ചിലെ ഇന്റഗ്രേറ്റഡ് കുട്ടിയാണ്. വൈഷ്ണവി എത്ര മണിക്കൂർ പഠിച്ചിരുന്നു? വൈഷ്ണവി ഉഷാറായിരിക്കണോണ്ട് ചോദിച്ചതാ. ആ, ഒരു 5 മണിക്കൂർ. സത്യം പറ, 5 മണിക്കൂർ ഉണ്ടാ? ഉണ്ട്. ഓക്കെ. അതായത് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു 18 മണിക്കൂറെങ്കിലും പഠിച്ചാലേ നിങ്ങൾക്ക് NDA കിട്ടൂ. അപ്പൊ യു സെറ്റ് യുവർ മൈൻഡ് സെറ്റ് ലൈക്ക് ദാറ്റ്. രാവിലെ എഴുന്നേറ്റ് രാത്രി കിടന്നുറങ്ങണ വരെ ഇതിനെക്കുറിച്ച് ഈ 18 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ബുക്ക് നിർത്തിയിരുന്ന് വായിക്കാൻ നല്ല ഉദ്ദേശം കേട്ടോ. ഈ ഉറങ്ങുന്ന സമയത്ത് ഒഴികെ ഡീപ്പായിട്ട് നിങ്ങൾ സ്ലീപ്പ് ചെയ്യുന്ന സമയം ഒഴിച്ച് ബാക്കിയുള്ള സമയം മുഴുവൻ നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും? NDA കുറിച്ച് ആലോചിക്കേണ്ടി വരും. സംഭവം നല്ലതാ. നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ്. ഇന്ത്യൻ എയർഫോഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോര തിളയ്ക്കും, അങ്ങനത്തെ സാധനം. പക്ഷെ അവിടേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഒത്തിരി കൂടെ കഷ്ടപ്പെടണം എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ ക്ലാസ് കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ വരുന്നുണ്ട്.
എല്ലാവരും കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നു. അങ്ങനെയല്ല, കിട്ടണം എന്ന് വിചാരിച്ചിരിക്കും. നാളത്തെ രാവിലത്തെ ക്ലാസ് നമുക്ക് അടിപൊളിയാക്കണം. ഇന്ന് നിങ്ങൾ 12 to 16 മണിക്കൂർ വരെ പഠിക്കും. ഇന്ന് ഞാൻ ഒരു 12 മണിക്കൂർ പഠിക്കാൻ റെഡിയാണ് സാർ എന്ന് തോന്നുന്നവരെന്ന് കൈവന്നിച്ചേ. അശുതോഷ് ഉണ്ട്, പാർവതി ഉണ്ട്, വൈഷ്ണവി ഉണ്ട്, നവനീത് ഉണ്ട്. ഗ്രേറ്റ് നവനീത്. ആദിത്യ കൃഷ്ണ ഉണ്ട്, മിഷബ് ഉണ്ട്, പ്രണാദ ഉണ്ട്, സഹർസറാഷ്, പരീക്ഷിത്, കാവ്യ, വരട്ടെ ശ്രീഹരി, അനുഷ്ക, ശ്രദ്ധ ഉണ്ട്. കഴിഞ്ഞു, പകുതിയായിട്ടുണ്ട് ഏകദേശം. അഞ്ജന ഉണ്ട്, അയന ഉണ്ട്. ഓക്കെ, അടുത്തത് അനന്തും ഉണ്ട്. ഓക്കെ, കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടില്ല. ഇന്ന് 12 മണിക്കൂർ പഠിക്കാതെ ഈ കൈ പൊക്കിയവർ ആരെങ്കിലും 12 മണിക്കൂർ പഠിക്കാതെ കിടന്ന് ഉറങ്ങിയ ഉറപ്പാണ് നിങ്ങൾക്ക് ഒരു NDA ബോർഡ് ഒന്നും കിട്ടൂല കേട്ടോ. അപ്പൊ എല്ലാവരോടും കൂടെ പറയാണ്, ഇന്ന് നിങ്ങൾ ഒരു 12 hours മുകളിൽ പഠിച്ചിരിക്കണം. സൺഡേ ആണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കരുത്. ഇന്നാണ് പഠിക്കണത്. മറ്റുള്ളവർ പഠിക്കാത്ത സമയത്ത് നമ്മൾ പഠിക്കുമ്പോഴേ നമ്മൾ കയറും മുകളിലോട്ട് കേട്ടാ. ഓക്കെ സാർ, ഞങ്ങൾക്ക് 4 മണി വരെ സഫയറിന്റെ ക്ലാസ് ഉണ്ട് സാർ. അതും പഠിക്കല്ലേ, അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തോ. അങ്ങനെ അങ്ങനെ മതി. ആ സഫയറിന്റെ ക്ലാസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് മതി, ഒരു കുഴപ്പമില്ല. അതുകൂടെ പഠിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ 12 മണിക്കൂർ പഠിക്കുമെന്ന് ഉറപ്പുള്ളവർ കൈ ഒന്നിച്ചേ. എല്ലാവരും ഉണ്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പൊ നാളെ നമുക്ക് ഒന്നും കൂടെ ഉഷാറാക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. കേട്ടില്ലേ? ഞാൻ അവസാനമായിട്ട് ക്ലാസ് കഴിഞ്ഞതിന് മുന്നേ ഒരു കാര്യം കൂടെ ചോട്ടെ. ഞാൻ ഉറപ്പായിട്ട് NDA പിടിച്ചെടുക്കും എന്നുള്ളവരുന്ന് കൈവന്നിച്ച് NDA എഴുതിയെടുക്കും എന്ന് ഉറപ്പുള്ളവർ. പാർവതി ഉണ്ട്, വൈഷ്ണവി ഉണ്ട്, മിസ്ബ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയാ കേട്ടില്ലേ, ഐ വിൽ കോൺകർ ഇൻ ദ NDA. അപ്പൊ ഓക്കെ, നാളെ കാണാം. ബൈ. നേരത്തെ വരണേ നാളെ, കുറച്ച് നേരത്തെ വന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്യാം കേട്ടാ.